ട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ കാണുന്ന റൈറ്റ് സൈഡിലെ പ്ലസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓപ്ഷൻ കിട്ടും. ഇതിനിടയ്ക്ക് ആരോ മാർക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇവിടെ ആ രണ്ട് ഭാഗവും ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 12 വേർഡ്സുകളുള്ള ഒരു സീക്രട്ട് പ്രൈസ് ആയിരിക്കും കിട്ടുക. ആ സീക്രട്ട് പ്രൈസ് നമ്മളൊരു മൊബൈലിൽ ഒരു ഫോട്ടോസ് എടുത്ത് സേവ് ചെയ്ത് വെക്കണം. ഒരിക്കലും അത് കളയാൻ പാടില്ല. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സീക്രട്ട് പ്രൈസിൽ എത്രയൊക്കെയാണോ നമ്പറുകൾ, ആ നമ്പറിനനുസരിച്ചുള്ള വേർഡ്സ് നമ്മളവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെയിം അവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഒരു നിർബന്ധമുള്ള സംഭവമല്ല, പക്ഷേ നമുക്ക് ഏത് വാലറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് അവിടെ നമുക്ക് ആ ഒരു നെയിം കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാനേജിൽ പോയിട്ട് നമ്മളുടെ BNBയും അതുപോലെ തന്നെ USDTയും സെലക്ട് ചെയ്ത് കൊടുക്കുക. മുകളിലെ സെർച്ച് ബാറിൽ USDT അടിച്ചു കഴിഞ്ഞാൽ USDT നമുക്ക് താഴെ വരും. അതിൽ BNBയുടെ USDT എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. USDT സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ BNB സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ ലിങ്ക് ഏത് റെഫറൽ ആരാണോ നമുക്ക് അയച്ചിട്ടുള്ള ആ റെഫറൽ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഡിസ്കവർ, നമ്മൾ ഏറ്റവും താഴത്ത് ലെഫ്റ്റ് സൈഡിൽ ഡിസ്കവർ എന്ന് കാണിക്കും. ആ ഡിസ്കവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കീബോർഡിൽ സെർച്ചിങ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്ലയുടെ സൈറ്റിലേക്ക് പോകുന്നതാണ്. ടെസ്ലയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വീണ്ടും അവിടെ ഒരു BNB സെലക്ട് ചെയ്ത് കൊടുത്ത് കണക്റ്റ് വാലറ്റ് അടിക്കുക. വീണ്ടും കണക്റ്റ് അടിക്കുക. കണക്റ്റ് അടിച്ചതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പണായി. ഇനി നമുക്കിതിൽ മെനു ബാർ, അതായത് 3 ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു ബാറിൽ പ്ലാൻസ് സെലക്ഷൻ ഉണ്ടാവും. ആ പ്ലാനിൽ നമുക്ക് എത്രയാണോ നമ്മുടെ എമൗണ്ട് എന്ന് വെച്ചാൽ ആ പ്ലാൻ വെച്ചിട്ട് നമുക്ക് ഒരു ആക്റ്റീവ് ചെയ്യാം. അതിന് വേണ്ടത് നമ്മുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാലറ്റിൽ USDT ആവശ്യമുണ്ട്. അത്രയേ ഉള്ളൂ.